ഹായ് ഫ്രണ്ട്സ് ഇട്ട് വാ. ഏതാടാ മമ്മി മമ്മി വിളിക്കാം, മമ്മി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ എന്താടാ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ദോശ ചുട്ടോളായിരുന്നു. എന്താടാ എന്ന് പറഞ്ഞു. ചിമ്മിനൊന്ന് ഇതാരപ്പാ മാസ്ക് ഇട്ട് വന്നത്? അമ്മ, ഇതെൻ്റെ ഫ്രണ്ടാ. ഓ ഫ്രണ്ടാ, ശരിടാ ഭാഗത്ത് വാ എന്ന് പറയാണ്. അങ്ങനെ ജിമ്മിന് വണ്ടി ഇങ്ങനെ ജിമ്മിന് വന്നായിരുന്നു, ജിമ്മിന് അകത്ത് വന്നായിരുന്നു. അങ്ങനെ ജിമ്മിന് അകത്ത് വന്ന് നോക്കുമ്പോൾ ഹീറോയിൻ്റെ അനിയൻ നിറയെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അത് മാത്രം ജിമ്മിനകത്ത് വന്നിരുന്നു. ജിമ്മിന് അകത്ത് വന്നായിരുന്നു, മാസ്ക് കുറിയായിരുന്നു. ഹീറോയിൻ്റെ അമ്മ എന്നാ ജ്യൂസ് കൊണ്ടുവരണം എന്താ പറയുക, ജിമ്മിനിക്ക് ജ്യൂസ് കൊടുത്ത ജിമ്മിനിക്ക് ജ്യൂസ് ടേബിൾ വെച്ചായിരുന്നു, ജ്യൂസ് എടുത്ത് കുടിപ്പാന്ന് പറഞ്ഞ് ജിമ്മിന് വീടാക്കുമ്പോൾ ഹീറോയുടെ അമ്മയ്ക്ക് ഷാക്കായിരുന്നു. അങ്ങനെ ഹീറോയുടെ ഡാഡി വന്നായിരുന്നു. അങ്ങനെ ഹീറോയുടെ ഡാഡി വന്ന് എടാ എവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ അനിയനെ വിളിക്കായിരുന്നു. അങ്ങനെ ഗിരീഷ് എടാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നാ പറയായിരുന്നു. ചേടാ എവിടെ ഉണ്ട്? ഇവിടെ തന്നെ ഉണ്ട് ഡാഡി എന്നാ പറയണ്ട. അതിനായിട്ട് ഇങ്ങനെ ഫോട്ടോ എല്ലാം നോക്കുമ്പോൾ അതിൽ എന്താണ് ജോലി ചെയ്യുന്നത് എല്ലാം നോക്കും. ജിമ്മിന് ശരിക്കും ജിമ്മിന് പറയുന്ന ഹായ് അങ്കിൾ, ഒന്നുമില്ലപ്പാ. അങ്ങനായിട്ട് ജിമ്മിന് പറയുന്ന ഇല്ലപ്പാ ഇവിടെ പ്രശ്നമാവും, അതുകൊണ്ടാണ് ഇവിടെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത്. അങ്കിൾ പറയാം ഇവ ഫ്രണ്ട്സ് ഇവിടെ തന്നെ വരൂടാ എന്ന് പറയുന്നു. ജിമ്മിന് ഷോക്കായിരുന്നു. ഇവിടെ തന്നെ വരുമോ? ഇവിടെ തന്നെ വരൂ. അങ്ങനെ വണ്ടീൻ്റെ സൗണ്ട് കേൾക്കായിരുന്നു. അതെ, ആ വണ്ടി സീത ഇവിടേക്ക് തന്നെ വന്നായിരുന്നു. വണ്ടിയിലെ ആൾക്കാർ ചേഞ്ച് ആയിരുന്നു. അതെ, സീക്രട്ട് പ്ലേസ് പറഞ്ഞ് അത് ഹീറോയുടെ ഡാഡി അങ്ങനെ ആർക്കും അറിയാൻ പാടില്ല പറഞ്ഞ് അത് ഡ്രൈവർ ചേഞ്ച് ആക്കി. ഡ്രൈവർ വേറെ ആരല്ല, ഒരു ഡ്രൈവിങ് ചേഞ്ച് വണ്ടി ചേഞ്ച് ആക്കിയിട്ട് അതേ വണ്ടി ഇവിടേക്ക് എടുത്തോളന്ന് അന്നേരം അവിടെ ഒരാൾ ശ്രദ്ധിച്ച് കേൾക്കായിരുന്നു. അതുകൊണ്ട് ഇങ്ങി പോവെന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് അവരെ പിടിച്ചു വെച്ച് കെട്ടിയിട്ടായിരുന്നു അവർ ഫോളോ ചെയ്യുന്നവരെ. അങ്ങനെയായിട്ട് ഇപ്പോൾ ഈ വീട്ടിൽ വന്ന് അവരും പറയുന്നു ജിമ്മിൻ ഒന്നും പറ്റില്ലേ, ഒന്നുമില്ല എന്ന് പറയായിരുന്നു. 7 രൂപ വലിയ വീടാണ് ഹീറോയിൻ്റേത്. അങ്ങനെ എല്ലാവരും വന്നായിരുന്നു. എല്ലാവരും അങ്ങനെയായിട്ട് പറയുന്നു. അമ്മ പറയായിരുന്നു അർജുൻ പറയുന്നു വാ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ റൂം കാട്ടാന്ന് പറയായിരുന്നു. അങ്ങനെ ഡ്രസ്സ് ഓൾറെഡി മാനേജർ കൂടെ വന്നായിരുന്നു. അവരെല്ലാവരും ഉണ്ടായിരുന്നു. ശരി നിങ്ങൾ ഇവിടെ താമസിച്ചോ, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് എല്ലാവർക്കും റൂം കൊടുത്തു. അത് മാത്രം അവരുടെ ഡ്രസ്സെല്ലാം അവരുടെ പാക്ക് ചെയ്ത് കൊണ്ടുപോകും, അവരുടെ സാധനമെല്ലാം കൊടുത്ത് നിങ്ങൾ റൂമിൽ പോയിക്കോ എന്ന് പറഞ്ഞു. അവർക്ക് ഓരോ നാൾക്ക് റൂം കൊടുത്തു. അത് റൂമിക്ക് മാത്രം നിങ്ങൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. ജിമ്മിനിക്ക് ഒരു ഡൗട്ട്. ഹീറോയിൻ്റെ അനിയൻ പറയായിരുന്നു ഇതേ എൻ്റെ റൂം, ഇതേ എൻ്റെ ഇങ്ങനെയായിട്ട് അനിയത്തി റൂം. അനിയത്തിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ പറയുന്നു ഈ റൂമിക്ക് മാത്രം പോകാൻ പാടില്ല എന്ന് പറയുന്നു. ഇതേ എൻ്റെ അമ്മയുടെ റൂം എന്ന് പറയുന്നു. ജിമ്മിനിക്കൊരു കിളത്തിന് പറ്റും. ജങ്ക് പറയുന്നു എന്നാ ഈ റൂമിക്ക് പോകാൻ പറ്റില്ല, ശരിയാക്കിയെന്ന് ജമ്മുക്ക് ഭയങ്കര ഹീറോയിൻ്റെ അനിയൻ കൂടെ ജോലിയായിട്ട് പറയാം. ജിമ്മിനിക്കൊരു ഡൗട്ടായിരുന്നു. ജിമ്മിന് എങ്ങനെ മെല്ലെ വന്നിട്ട് ജിമ്മിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ റൂം തുറന്ന് നോക്കുമ്പോൾ റൂമിൽ ഒരു ക്യൂട്ടായിട്ട് അല്ല ഒരു ഗേൾ ഉറങ്ങായിരുന്നു. ഓ ഗേള എന്ന് പറയായിരുന്നു. ജിമ്മിൻ നോക്കായിരുന്നു. പിന്നെ ജിമ്മിൻ ഹീറോയിനെ നോക്കായിരുന്നു. ഹീറോയിൻ ഉറങ്ങുന്നു. വീട് നേരെ കാണാൻ പറ്റില്ല. അങ്ങനെ വെളിയിൽ വന്നായിരുന്നു. വെളിയിൽ വന്ന് എല്ലാവർക്കും കൂടെ ജോലി സംസാരിക്കായിരുന്നു. അനിയനെ പറയായിരുന്നു ജിമ്മിൻ എന്നെ ഫസ്റ്റ് ഫോട്ടോ ഇത് പറയായിരുന്നു. ഹിഡൻ അങ്ങനെ ജഡ്ജ് പറഞ്ഞു ഞാൻ കോടതി ജഡ്ജാണ് പറയുന്നത്. പിന്നെ ഇവൻ ലോയറാണ്, ഇവർ പോലീസാണ്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുട്ടികളാണെന്ന് പറയായിരുന്നു. ഹീറോയുടെ ഡാഡി പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു എന്ത് പ്രശ്നമാണ് കോൾ ചെയ്ത് ഫുൾ ക്യാമറയെല്ലാം ഫിക്സ് ചെയ്ത് പോയിരുന്നു. പ്രശ്നം വന്ന ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരി ഓക്കെ എന്ന് പറയായിരുന്നു. ജിമ്മിന് പറയായിരുന്നു നിങ്ങൾ ആൻറ്റി എന്താ ചെയ്യുന്നത് എന്ന് ജിമ്മിന് കേൾക്കായിരുന്നു. ജിമ്മിന് കേൾക്കുമ്പോൾ ഹീറോയുടെ മമ്മി ചിരിക്കായിരുന്നു. ഞാൻ കോളേജ് പ്രിൻസിപ്പളാണെന്ന് ഹീറോയുടെ മമ്മി ചിരിച്ചിട്ട് പറയായിരുന്നു. ഹീറോയുടെ ജിമ്മിനൊക്കെ ഷോക്കായിരുന്നു. കോളേജിൽ പ്രിൻസിപ്പളാ? അതേപ്പാ, ഈ കോളേജ് എൻ്റേതാണ് എന്ന് പറയുന്നു. ഹീറോയിൻ്റെ മമ്മി പറഞ്ഞ കോളേജ് പറഞ്ഞ ഹീറോയിൻ്റെ മമ്മീൻ്റെ കോളേജാണ്. ഡാഡി ലോയർ, അതെ ലോയർ ബ്രദറല്ല. ഹീറോയിൻ്റെ മമ്മി പറഞ്ഞ ഡാഡിന് കമ്പനി വെച്ച് കോളേജ് റൺ ചെയ്യാം. അതുമാത്രമല്ല മമ്മിക്ക് എനിക്ക് സ്കൂളുണ്ട് കോളേജുണ്ട് ഇപ്പം എന്ന് പറയുന്നു. കോളേജ് പ്രിൻസിപ്പൾ ഞാനാ എന്ന് പറയുന്നു. അതെ സ്കൂളിൽ അല്ല കോളേജ് ചെയർമാൻ ഞാനാണ്, പ്രിൻസിപ്പൾ അവിടെ ഉണ്ട്. സ്കൂൾ ചെയർമാൻ കോളേജ് ചെയർമാൻ ഞാനാണ്, പ്രിൻസിപ്പൽ മാത്രം കോളേജ് മാത്രമേ ഞാൻ ഇപ്പം പ്രിൻസിപ്പളാണ്. ഞാനായിട്ട് പറയും ചിരിച്ചിട്ട് പറയാം. ജിമ്മിക്ക് ഷാക്കായിരുന്നു. അതെ കോളേജ് ഇതാണ് ഇന്നിപ്പോൾ കോളേജ് വെച്ച് പറയാറുണ്ട്. ജിമ്മിനിക്ക് കോളേജ് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഓ അങ്ങനെയാണോ ജിമ്മിന് കേൾക്കായിരുന്നു. ശരിപ്പാ എന്ന് പറയുന്നു. അങ്ങനെ പറയായിരുന്നു. അർജുൻ വന്നായിരുന്നു. അർജുൻ കണ്ടിട്ട് കേൾക്ക്. അർജുൻ പറയായിരുന്നു ഹായ് എൻ്റെ പേര് അർജുൻ, ഞാൻ മൂവി ആക്ടറാണ് പിന്നെ അർജുൻ പറയായിരുന്നു. ആദ്യം പറയായിരുന്നു ഞാനൊരു ഹാക്കറാണ്. ആദ്യം പറയാം ഞാനൊരു ആക്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത് കേട്ട
ജിമ്മി ഷോക്ക്. എന്നെ ഹാക്കിങ് പഠിച്ചിട്ടുണ്ടോ? അതെ, ഞാൻ ഹാക്കിങ് പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു കമ്പനി വെച്ച് റൺ ചെയ്യാണ് പറയുന്നു ഹീറോയുടെ ചേട്ടന്. ആ അത് മാത്രമല്ല, ഞാനായിട്ട് രാവിലെ എല്ലാവരും വിളിച്ചായിരുന്നു. എൻ്റെ അനിയത്തി പറഞ്ഞ ഇങ്ങനെ ബിസിനസ് ഫാഷൻ ഡിസൈൻ കമ്പനി വെച്ച് റൺ ചെയ്യാൻ പറയായിരുന്നു. ശരി, ഓക്കെ എന്ന് പറയായിരുന്നു. എല്ലാവരും രാവിലെ, എൻ്റെ അനിയന്മാർ കോളേജ് പഠിക്കുന്നതാണ്, സെക്കൻഡ് ഇയർ എന്ന് പറയുന്നു. രാവിലെ എല്ലാവരും അടിച്ച് വന്നേ, ഹീറോ എണിച്ചിട്ട് വന്നായിരുന്നു. ഹീറോ ഈ പറഞ്ഞ റെഡി ആയിട്ട് രാവിലെ ഈ ഫോട്ടോ കാണും അത് അതിട്ട് റെഡി ആയിട്ട് വെളിയിൽ വന്നായിരുന്നു. ഇതായിട്ട് ഹീറോയിൻ അമ്മ വെക്കായിരുന്നു. എന്താ പ്രിയ ഇങ്ങനെ റെഡി ആയിട്ട് വന്നത്? ഇല്ല അമ്മ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞങ്ങൾ അവിടേക്ക് പോയിട്ട് വരാം എന്ന് പറയുന്നത്. അമ്മ എന്താ ഹീറോയിൻ അമ്മ കേൾക്കായിരുന്നു. എന്താ വെച്ച് ചെയ്യാം? ഒരു ഡ്രസ്സ് ചെയ്യാൻ പോകുമോ? എൻ്റെ വെച്ച് ഡ്രസ്സ് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ കുറച്ച് പാട്ട് പോവാന്ന് പറയുന്നു. എല്ലാവരും ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് വരാം, അമ്പലത്തിൽ പോയിട്ട് വരുന്നതാ അമ്മ എന്ന് പറയുന്നത്. എടി പ്രിയ പറയുന്നൊക്കെ എപ്പോൾ നീ സാരി എടുക്കും? എനിക്ക് കയ്യടത്തപ്പോൾ സാരി എടുക്കും, ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും പോവാം എന്ന് പറഞ്ഞ് ഹീറോ ചേച്ചിട്ട് പറയായിരുന്നു. എല്ലാവരും പിറ്റേ ഡിസംബർ ഹീറോയിനെ നോക്കായിരുന്നു. ഇറങ്ങി വരുമ്പോൾ നോക്കാം, ജിമ്മിൻ നോക്കായിരുന്നു. ജിമ്മിൻ കുറു നോക്കാൻ തുടങ്ങിയായിരുന്നു. ഹീറോയുടെ അനിയന് പറയുന്നു ഇതെൻ്റെ ചേച്ചിയാണ് എന്ന് പറയായിരുന്നു. അങ്ങനെ ഹീറോയുടെ ഫ്രണ്ട്സ് വന്ന് ഹീറോയെ വിളിച്ചോണ്ട് പോകും വിളിക്കായിരുന്നു. ഹീറോയുടെ ഫ്രണ്ട്സ് വന്നായിരുന്നു, ഹായ് ആയിരുന്നു. ഹീറോ എല്ലാവരും പിറ്റേ ഡിസംബർ കണ്ടായിരുന്നു. ഹീറോയി പിറ്റേ ഡിസംബർ കാട്ടി ഹീറോയുടെ അമ്മ അച്ഛൻ പറയായിരുന്നു ഇവരാതാണ് ഓക്കെ ഹായ് എന്ന് പറയുന്നു. ഹീറോയിലെ ഫ്രണ്ട്സ് ഹലോ ഹായ് എന്ന് പറയുന്നു. അങ്ങനെയിട്ട് എല്ലാവരും ഹീറോ വെളിയിൽ പോയിരുന്നു. ഹീറോയിൻ ഫ്രണ്ട്സും അതേ വെളിയിൽ പോയിരുന്നു. അങ്ങനെ ഹീറോ ജോലിയായിട്ട് ഫ്രണ്ട്സ് കൂടെ കറങ്ങാൻ അങ്ങനെയായിട്ട് പോയിട്ട് വന്നായിരുന്നു. അങ്ങനെയായിട്ട് വെളിയിൽ കുറച്ച് അമ്മ പറയായിരുന്നു ഷോപ്പിംഗ് ചെയ്യണ്ടേ, അമ്മേനെ വന്ന് ഷോപ്പിംഗ് ചെയ്യാമെന്ന് പറയായിരുന്നു. ഹീറോയിൽ പോയായിരുന്നു. അങ്ങനെയായിട്ട് വെളിയിൽ പോയിട്ട് വന്നായിരുന്നു. ജിമ്മിന് പറയായിരുന്നു ഓ അങ്ങനെയാണോ എന്ന് പറയുന്നത്. അങ്ങനെ വെളിയിൽ വന്നായിരുന്നു. അത് മാത്രമല്ല ഹീറോ വെളിയിൽ വന്നായിരുന്നു. അങ്ങനെല്ലാം പോയി ഡേസ് പോകാൻ തുടങ്ങിയായിരുന്നു. ജിമ്മിനിക്ക് ഹീറോയെ മേലെ കണ്ണു വന്നായിരുന്നു. ഹീറോയിൻ്റെ അനിയനിക്ക് മനസ്സിലായി. ഓഹോ നടക്കട്ടെ എന്നെ ഹീറോയിൻ്റെ അനിയന്. ഓ ജിമ്മിനിക്ക് ഇപ്പം എല്ലാവർക്കും അറിയുന്നില്ല ഹീറോയിൻ്റെ ലാംഗ്വേജ് നന്നായിട്ട് അറിയും. മദർ ലാംഗ്വേജ് നന്നായിട്ട് അറിയാൻ മനസ്സിലായി. ഹീറോയുടെ ഫ്രണ്ട്സ് മതിയായിരുന്നു. ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങി. ജിമ്മിനിപ്പോൾ കൊറിയൊക്കെ പോയിട്ട് അവിടെ ഇപ്പോൾ ഷൂട്ടിങ് ഭയങ്കര ബിസിയിലുള്ളത്.